ശബരിമലയിൽ നിന്നും ഒരു അപകട വാർത്ത വരികയാണ്. ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ അപകടമുണ്ടായിരിക്കുന്നു. മാലിന്യം കൊണ്ടുപോകുന്ന ട്രാക്ടർ ഭക്തർക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഒരു കുട്ടി ഉൾപ്പെടെ 8 പേർ ആശുപത്രിയിലുണ്ട്. പരിക്കേറ്റവരിൽ ഒരു മലയാളി. 6:10 സന്നിധാനം പോയിന്റിൽ തന്നെയാണ് ട്രാക്ടർ മഴയായതുകൊണ്ട് കൺട്രോൾ വിട്ട് ഇടിക്കുമായിരുന്നു. മൊത്തം 8 പേർക്കാണ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്. അതിൽ 2 പേര് സീരിയസ് ആണ്. ഒരു പയ്യനുള്ളത് അബ്ഡമൽ ഇഞ്ചുറിയാണ്. പിന്നെ ഒരു 69 വയസ്സുള്ള മെയിലാണ്. പുള്ളിക്കന്നെ റിബ് ഫ്രാക്ചറാണ്. മലയാളി ഒരാളേ ഉള്ളൂ. 2 പേര് തമിഴന്മാരും 5 പേര് ആന്ധ്രാപ്രദേശുമാണ്. മലയാളിയാണ് റിബ് ഫ്രാക്ചർ ഉള്ളത്. അപ്പോൾ അതാണ് ഒഫീഷ്യലി റെഫർ ചെയ്തിട്ടുണ്ട്. അത് പമ്പയെന്നാണ് ഡിസൈഡ് ചെയ്യുക. എല്ലാവരും പമ്പയിലേക്ക് പോവാം. അവിടെ നിന്നാണ് പിന്നത്തെ ട്രീറ്റ്മെന്റ് വഴി ഫർദർ റെഫറൻസ് നടക്കുക. മിക്കവാറും കോട്ടയത്തേക്കായിരിക്കും. യു ടേൺ സമയത്താണ് ട്രാക്ടർ ചെറിയ രീതിയിൽ നിയന്ത്രണം വിട്ട് യാത്രക്കാരെ അടിച്ചത്. അതിൽ 5 പേര് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആൾക്കാരും 2 പേര് തമിഴ്നാടുകാരും ഒരാളെ മലയാളിയാണ്. അതിൽ 2 പേർക്കാണ് കുറച്ച് കൂടുതലുള്ളത്. അവർ 2 പേരെയും ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരാളെ റാന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീരമണി എന്നുള്ള ആളും രാധാകൃഷ്ണൻ എന്നുള്ള ആൾക്കാണ് പരിക്കേറ്റത്. രാധാകൃഷ്ണൻ മലയാളിയാണ്, വീരമണി തമിഴ്നാട്ടുകാരനാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് വനിതകൾക്കൊന്നും സീരിയസ് ആയ പരിക്കില്ല. അവരെ പ്രാഥമികമായി ശുശ്രൂഷ പമ്പയിൽ നിന്ന് നടത്തി അവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. യു ടേൺ സമയത്താണ് ട്രാക്ടർ ചെറിയ രീതിയിൽ നിയന്ത്രണം വിട്ട് യാത്രക്കാരെ. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ് തത്സമയം. സോണൽ, വളരെ ദാരുണമായിട്ടുള്ള ഒരു വാർത്തയുടെ വിവരങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അപകടമുണ്ടായത്? പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് അറിയുന്നു. ബാക്കിയുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? ഇവർക്കിപ്പോൾ ഏത് ആശുപത്രിയിലാണുള്ളത്? അക്ഷയ, ഇന്ന് ഏകദേശം 6:10 കൂടിയിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ ട്രാക്ടർ, ഇതാണ് ആ ഭക്തരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയ വാഹനം. സന്നിധാനത്ത്, അതായത് മരക്കൂട്ടം വരെയുള്ള വേസ്റ്റുകൾ ശേഖരിക്കുന്ന വാഹനമാണിത്. അത് വേസ്റ്റ് ശേഖരിച്ച് വരുന്ന വഴി നമുക്കറിയാം, വൈകിട്ട് നമ്മൾ ഉൾപ്പെടെ വാർത്ത നൽകിയതാണ്. വൈകിട്ട് കനത്ത മഴയായിരുന്നു സന്നിധാനത്തുണ്ടായിരുന്നത്. ഈ മഴയ്ക്കിടയിൽ സ്ലിപ്പായിട്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 8 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 5 പേര് അതിൽ ആന്ധ്ര സ്വദേശികളാണ്. അതിലൊരു 2 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് 2 പേർ തമിഴ്നാട് സ്വദേശികളും ഒരു മലയാളിയും. ആ മലയാളിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ചികിത്സ നൽകിയ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 2 പേരെ, ഒരാളെ കോന്നി മെഡിക്കൽ കോളേജിലേക്കും മറ്റാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നൽകിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സ സന്നിധാനത്തെ ആശുപത്രിയിൽ നമുക്ക് കാണാം. ഈ ആശുപത്രിക്ക് 100 മീറ്റർ അകലെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഉടൻ തന്നെ ആ പരിസര പ്രദേശത്ത് ഉണ്ടായിരുന്ന അയ്യപ്പന്മാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അവരെ ഉടൻ തന്നെ ഈ സന്നിധാനത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അതിനുശേഷം പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടാണ് പിന്നീട് പമ്പയിലേക്ക് റഫർ ചെയ്യുന്നത്. ഉടനെ തന്നെ ആംബുലൻസിൽ പമ്പയിൽ എത്തിച്ച് അവിടുന്ന് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സ്വാമി അയ്യപ്പൻ റോഡ് ഉൾപ്പെടെയുള്ള ഈ പാതയിൽ ട്രാക്ടറുകൾ അമിത വേഗത്തിൽ പോകുന്നു എന്നുള്ള ഒരു പരാതി ഇതിനോടകം തന്നെ ഭക്തർ ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായി നിയന്ത്രിക്കുമെന്നുള്ളത് തന്നെയാണ് സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവമാണ്. നല്ല രീതിയിൽ സഞ്ചരിച്ച ട്രാക്ടർ വന്ന് ഇടിക്കുകയായിരുന്നു, അതോ ട്രാക്ടറിന് നിയന്ത്രണം വിടുകയായിരുന്നു? എങ്ങനെയാണ് അപകടമുണ്ടായത്? അതിന്റെ ഒരു കാരണം എന്താണ്? ഒപ്പം തന്നെ ഡ്രൈവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഡ്രൈവർ കസ്റ്റഡിയിലാണ്, പോലീസ് കസ്റ്റഡിയിലാണ്. ഈ അപകടം ഉണ്ടാവാൻ കാരണം യു ടേൺ എടുത്തപ്പോൾ സംഭവിച്ചതാണ്. പുറകിലേക്ക് വന്നപ്പോൾ ഭക്തർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ഓഫീസർ ഉൾപ്പെടെ പറഞ്ഞ ബൈറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ആ സമയത്ത് കനത്ത മഴയായിരുന്നു, അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ ഈ ട്രാക്ടർ ഓടിച്ചിരുന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്കൊക്കെ കടക്കുക. എന്തായാലും പ്രാഥമികമായി അവർ ചെയ്തത് രോഗികളെ എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുക
എന്നുള്ളതാണ്. ആരോഗ്യ പ്രവർത്തകരും അവരെ കൂടിയിരുന്ന അയ്യപ്പ ഭക്തന്മാരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നാണ് അവരെ എത്രയും പെട്ടെന്ന് സന്നിധാനത്തെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയത്. ഈ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ പരിക്ക്, ആ കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല, ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നുള്ള കാര്യം കൂടി ഡോക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ 2 പേരെ കൂടുതൽ ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് 2 മെഡിക്കൽ കോളേജ്, കോട്ടയം കോന്നി മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും പ്രാഥമിക വിവരം ഈ കനത്ത മഴയെ തുടർന്ന് ചെറിയൊരു സ്ലിപ്പ് വന്നതാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്റെ ബൈറ്റിൽ നിന്ന് നമുക്ക് പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മറ്റു വിവരങ്ങളിലേക്ക് എത്തൂ എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അക്ഷയ, ഈ കനത്ത മഴയായിരുന്നു, മഴയത്ത് കാഴ്ച നഷ്ടമായത് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ മഴ മാറി, ഇപ്പോൾ ആ അന്തരീക്ഷം മാറിയിട്ടുണ്ടല്ലേ? സ്വാമി അയ്യപ്പൻ റോഡിലാണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. നടന്നു പോകുന്ന തീർത്ഥാടകരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവര് മല കയറുന്ന ആളുകളായിരുന്നു അതോ തിരികെ വരുന്നവരായിരുന്നു? തീർച്ചയായിട്ടും അക്ഷയ, അവര് സന്നിധാനത്ത് നിന്ന് അങ്ങോട്ടേക്ക് പമ്പയിലേക്ക് മല ഇറങ്ങുന്ന ആളുകളായിരുന്നു. നമുക്ക് ഈ റോഡ് നമുക്കറിയാം, സ്വാമി അയ്യപ്പൻ റോഡ് വഴി ട്രാക്ടറുകൾ വരുന്ന വഴിയാണ്. ഈ പാതയിൽ അയ്യപ്പ ഭക്തന്മാർ തിങ്ങി നിറഞ്ഞ് നടക്കുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതുകൊണ്ട് ഈ വഴിയിൽ ട്രാക്ടറുകൾ പതുക്കെ പോകണം എന്നുള്ളൊരു നിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയിരുന്നതാണ്. പക്ഷേ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് അമിത വേഗത്തിൽ പലപ്പോഴും ട്രാക്ടറുകൾ വരുന്നു എന്നുള്ളൊരു പരാതി അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതിനിടയിലാണ് അത്തരമൊരു അപകടത്തിലേക്ക്, ഗുരുതരമായ അപകടം തന്നെയാണ്. കാരണം എപ്പോഴും അയ്യപ്പ ഭക്തന്മാർ മലയിറങ്ങുന്ന വഴിയാണ്. അതുകൊണ്ട് തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഭക്തരെ ദർശനം നടത്തി മടക്കി വിടുന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. എന്തായാലും വേസ്റ്റ് ശേഖരിക്കുന്ന വാഹനമാണ് ഇത്. മരക്കൂട്ടം വരെയാണ് സാധാരണ രീതിയിൽ പോകാറുള്ളത്. അവിടെ നിന്ന് വേസ്റ്റുകളൊക്കെ ശേഖരിച്ച് സന്നിധാനത്തെത്തി മറ്റ് രീതിയിലേക്ക് ഡിസ്പോസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഇതിനിടയിലാണ് ഈ അപകടം. വൈകിട്ട് 6:10 കൂടിയിട്ടാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രാഥമികമായി പറയേണ്ടത് ആ സമയത്ത് കനത്ത മഴയായിരുന്നു. ആ മഴയ്ക്കിടയിൽ ഡ്രൈവർക്ക് ഒരുപക്ഷെ നിയന്ത്രണം വിട്ടതാകാം എന്നുള്ള കനത്ത മഴയിൽ നിയന്ത്രണം വിട്ടതാകാം. എങ്ങനെയാണ് അപകടം ഉണ്ടായത്, അതിന്റെ ഒരു മൂലകാരണത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ. എന്തായാലും ഡ്രൈവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 9 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. സോണൽ കൃഷ്ണയാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.